ഇന്നലെ വൈകുന്നേരം ഞാൻ ഭയങ്കര ഹെവി ആയിട്ടാണ് ഫുഡ് കഴിച്ചത്. അതുകൊണ്ട് തന്നെ എന്താ രാത്രി ആയപ്പോഴത്തേക്കിനും ഒരു വിശപ്പില്ലായിരുന്നു. പക്ഷേ എൻ്റെ അമ്മ ഫുഡ് കഴിക്കാൻ സമയമായപ്പം വന്നിട്ട് ചോദിച്ചായിരുന്നു, ഫുഡ് എന്തെങ്കിലും വേണ്ടേ മക്കളെ, ചോറ് എടുക്കട്ടെ? അമ്മ എനിക്ക് ചോറ് വേണ്ട, കാരണം എൻ്റെ വയറ് ഫുള്ളാണെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ ചോദിച്ചു, ചോറിന് വെള്ളം ഒഴിക്കുകയാണേ, നിനക്ക് വേണ്ടല്ലോ? വേണ്ട. ഓക്കെ, അങ്ങനെ അമ്മ കറിയെല്ലാം തീർത്ത് കഴിച്ചായിരുന്നു, ചോറിന് വെള്ളം ഒഴിച്ചു. പക്ഷേ രാത്രി ഒരു മണിയപ്പോൾ എന്നെ ആരോ വിളിക്കുകയായിരുന്നു, കണ്ടിന്യൂസ്ലി വിളിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റാരുമല്ല, എൻ്റെ വയറിന് വിശപ്പായിരുന്നു വിളിച്ചത്. ആ വിശപ്പിൻ്റെ വിളി എനിക്ക് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ എന്ത് ചെയ്തു, നേരെ അടുക്കളയിൽ പോയി ഫ്രിഡ്ജും തുറന്ന് വെച്ച് ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്തിനാണെന്ന് അറിയില്ല കേട്ടോ. എനിക്ക് ഈ വിശപ്പ് വരുമ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് ഫ്രിഡ്ജ് തുറന്ന് വെച്ച് നോക്കിക്കൊണ്ടിരിക്കും. ഇനി ഇത് എൻ്റെ മാത്രം ഒരു സ്വഭാവമാണോ അതോ ഇനി എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ദയവായിട്ട് നിങ്ങളൊന്ന് പറയണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫ്രിഡ്ജ് തുറന്ന് നോക്കിയപ്പോൾ ആദ്യം കണ്ട സംഭവം ചപ്പാത്തിയുടെ കവറായിരുന്നു. ചപ്പാത്തി ആയിരുന്നു കണ്ടത്. ചപ്പാത്തി എടുത്ത് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു, എന്നാൽ പിന്നെ ചപ്പാത്തി എങ്കിൽ ചപ്പാത്തി എന്നൊരു മൈൻഡായിരുന്നു. പക്ഷേ ചപ്പാത്തിയോടെ എന്തെങ്കിലും കഴിക്കാൻ വേണമല്ലോ, കാരണം കറി പ്രത്യേകിച്ച് ഒന്നുമില്ലായിരുന്നു. അപ്പോൾ എൻ്റെ കണ്ണിൽ പെട്ടത് ഈ പൊട്ടറ്റോ ആയിരുന്നു. എന്നാൽ പിന്നെ പൊട്ടറ്റോ എങ്കിൽ പൊട്ടറ്റോ വെച്ചൊരു തട്ടിക്കൂട്ടി കറി എന്ന് വിചാരിച്ചിട്ടാണ് ആ കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ പൊട്ടറ്റോ എടുത്ത് ഞാൻ എന്ത് ചെയ്തു, ഒന്ന് ബോയിൽ ചെയ്യാൻ വെച്ചിട്ട് ഈ ഉള്ളിയൊക്കെ അങ്ങ് കട്ട് ചെയ്തായിരുന്നു. അപ്പോൾ സംഭവം ഭയങ്കര സിമ്പിളാണ്. ഈ പൊട്ടറ്റോ ബോയിൽ ചെയ്യുക, അതിനൊന്ന് മാഷ് ചെയ്തെടുക്കുക, എന്നിട്ടൊരു പാൻ അടുപ്പത്തേക്ക് വെക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, പിന്നെ കടുക്, വലിയ ജീരകം, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള, ഉപ്പ്, ഇതെല്ലാം കൂടി ഇട്ടൊന്ന് ചെറുതായിട്ട് മിക്സ് ആക്കുക. ഞാൻ ഈ ഇതിനെ അങ്ങ് ക്യാരമലൈസ്ഡ് ആക്കാനൊന്നും നിന്നില്ല, കാരണം എൻ്റെ പ്രധാന ലക്ഷ്യം എന്തെങ്കിലും എനിക്ക് കഴിക്കാമെന്നുള്ളത് മാത്രമായിരുന്നു. അങ്ങനെ ഇതിന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ആ പൊട്ടറ്റോ മാഷ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് പൊടിയാണ് കേട്ടോ ഇടുന്നത്. പൊടിയായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഇടുന്നില്ല, മഞ്ഞൾപ്പൊടി മാത്രമാണ്. പക്ഷേ മഞ്ഞൾപ്പൊടി വെറുതെ ഇട്ട് എനിക്ക് തുമ്മൽ വരുത്തിക്കാൻ ഒട്ടും തന്നെ താല്പര്യമില്ലാത്തതുകൊണ്ട് ഈ മഞ്ഞൾപ്പൊടി എടുത്ത് കുറച്ച് വെള്ളത്തിലങ്ങ് കലക്കി ഒഴിച്ചു. പിന്നെ ആകെ ചെയ്തിരിക്കുന്നത് കുറച്ച് ഗരം മസാല ഇട്ടു. അവസാനം ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില കൂടെ അങ്ങ് ഇട്ട് അതിനെ നല്ലോണം മിക്സ് ചെയ്തെടുത്തു. എന്നിട്ട് ചപ്പാത്തിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിച്ചായിരുന്നു. പിന്നെ എനിക്കിതിൽ മെയിനായിട്ട് പറയേണ്ട ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇന്നലെ രാത്രി ഈ സംഭവം കഴിച്ചപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ പൊന്നെ എന്തൊരു രുചിയായിരുന്നു. സത്യത്തിൽ പറഞ്ഞാൽ ഭയങ്കര ടേസ്റ്റായിരുന്നു. ഞാനപ്പോൾ ഇതൊന്ന് ആലോചിക്കുകയും ചെയ്തായിരുന്നു, ശരിക്കും ഇനി ഞാൻ ഇതുണ്ടാക്കിയതിൻ്റെ ടേസ്റ്റ് തന്നെയാണോ അതോ ഞാനിനി വല്ലാണ്ട് വിശന്നിട്ട് കഴിക്കുന്നതുകൊണ്ടുള്ള രുചിയാണോ എന്ന് ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷെ ഞാൻ വളരെ സാവകാശം, മനസ്സമാധാനത്തോടെ ഒരു കറി ഉണ്ടാക്കിയാൽ ഇത്രത്തോളം രുചി ഉണ്ടാവുമോ എന്നും ചിന്തിച്ചായിരുന്നു. എനിവേ, ഇന്ന് രാവിലെ എനിക്കപ്പോൾ ഇന്നലത്തെ ആ ഒരു കറിയുടെ ടേസ്റ്റ്, അല്ലെങ്കിൽ അത് എനിക്ക് ഒരിക്കൽ കൂടെ ട്രൈ ചെയ്യണമെന്ന് നോക്കിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പോൾ എന്തായാലും അത് വീഡിയോ ആയിട്ടൂടെ ഇടാമെന്ന് വിചാരിച്ചു. അത്തരത്തിലുള്ള റെസിപ്പിയാണ്. നിങ്ങളുടെ കയ്യിൽ ഒട്ടും സമയമില്ല, പക്ഷേ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണം, പൊട്ടറ്റോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു കറിയാണ്. അപ്പോൾ ഓക്കെ.